ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിനായി പന്തപ്പെടുന്ന ദൈവം നമ്മളെ സഹായിച്ചതിനായി ദൈവം എന്നുള്ള വാഴ്ത്തുന്നു. ലോകത്തെമ്പാടും ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ലോകത്തെമ്പാടും അത് ആഘോഷം ചിലരൊക്കെ തുടങ്ങി കഴിഞ്ഞു, ചിലർ തുടങ്ങാൻ പോകുന്നു. സ്തോത്രം. ആ, ലോകത്തിലുള്ള ക്രൈസ്തവർ ക്രിസ്തുവേ ക്രിസ്തുവേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിനമാണെന്ന്. അതിനെക്കുറിച്ച് പല കോൺട്രവേഴ്സീസ് ഉണ്ടെങ്കിലും ആ, ഡിസംബർ 25 ഒരു കൂട്ടർ പറയുമ്പോൾ അത് മറ്റു ചിലർ സെപ്റ്റംബറിലാണെന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളത് ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ സൂര്യദേവന്റെ ജന്മദിനം ആണെന്നുള്ള ഒരു ബോധത്തിലാണ് പലപ്പോഴും വേദനിക്കപ്പെട്ട ക്രിസ്ത്യ വിശ്വാസികൾ ഈ ദിവസത്തെ അങ്ങനെ സ്പെഷ്യലായി ആഘോഷിക്കാതെ നമ്മൾക്ക് എന്നും ക്രിസ്മസ് ആണെന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തുന്നത്. കാരണം ക്രിസ്തുവേശു ജനിച്ചത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് എന്ന് ക്രിസ്മസ് ആണ്, നമുക്ക് സന്തോഷമാകുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഒരു ക്രിസ്മസ് എന്നുള്ള ദിനം ഒരു സ്പെസിഫിക് ആയിട്ട് എടുത്ത് ആഘോഷിക്കുമ്പോൾ അതിലൂടെ ചിലരെ റീച്ച് ചെയ്യാനും ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഒന്ന് പകരാനും ഒക്കെ ഉള്ള അവസരമാണെന്ന് കരുതി ചിലരൊക്കെയും ഇതിനെ ഉപയോഗപ്പെടുത്താറുമുണ്ട്. നല്ല കാര്യമാണ് ക്രിസ്തുവേശുവിനെ കുറിച്ച് പറയാനും സുവിശേഷം അറിയിക്കാനൊക്കെ ഈ അവസരത്തെ അങ്ങനെ ഉപയോഗിക്കേണ്ട നല്ല കാര്യമാണെന്നാണ് എനിക്കുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എങ്കിൽ ദൈവം കൃഷ്ണ ഉള്ളങ്ങൾ വന്നതുകൊണ്ട്, ക്രിസ്തുവേശു ഭൂമിയിൽ വന്നതുകൊണ്ട് നമുക്കെല്ലാം വേണ്ടി ജനിച്ചതോടെ നമ്മളെല്ലാം സന്തോഷമാണ്, നമുക്കെല്ലാം രക്ഷ കിട്ടി, നമ്മളെല്ലാം ആനന്ദത്തിലാണ്. സ്തോത്രം. എങ്കിലും എന്താണ് ശരിക്കും ക്രിസ്മസ് ഉള്ള എന്താണ് അതിന്റെ മെസ്സേജ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. എന്താണ് ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുമസ് എന്നതിന്റെ മെസ്സേജ് ഒരു ക്രിസ്ത്യ വിശ്വാസം സംബന്ധിച്ച് എന്താണ് ക്രിസ്തുമസ് എന്നുള്ളത്? ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ അറിയുന്നത് പോലെ ക്രിസ്തുവേശു ഭൂമിയിൽ ജനിച്ചു, നമുക്ക് രക്ഷ കിട്ടി. സ്തോത്രം. അത് മാത്രമാണോ ക്രിസ്തുമസ് എന്ന ഉദ്ദേശം എന്ന് ഒരു ചോദ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടാകാം. ക്രിസ്തുവേശു ഭൂമിയിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു. എന്തിനാണ് അത് പിറന്നത്? രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ? കേവലം രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ? സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ലോക മനുഷ്യൻ അത് അങ്ങനെ മാത്രമാണ് കരുതുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ക്രിസ്തുവേശു ഭൂമിയിൽ വന്നതിന് ഉദ്ദേശം രക്ഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിന് മറ്റു പല ഉദ്ദേശങ്ങളുണ്ട്. ഒരു വാക്യം വായിക്കാം. ഗലാത്യർക്കെതിരെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. ഗലാത്യരുടെ ലേഖനം ഗലാത്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. ഇതിങ്ങനെയാ പറഞ്ഞു: ക്രിസ്തുങ്ങൾ ഒരുവാകുമ്പോഴും ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലുള്ള സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഒരു വാക്കാണ്, ഒരു വാചകമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളൊരു സംഭവത്തിന്റെ ഓർമ്മയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ ഒരു ക്രിസ്ത്യ വിശ്വാസം സംബന്ധിച്ച്, ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, അത് ഇത് വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്ന ഒരു പ്രക്രിയ. നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്ന ഒരു പ്രക്രിയ. അതിനാണ് ഞാൻ പലപ്പോഴും ക്രിസ്മസ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുമസ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതെങ്ങനെയാ ഉരുവാകുന്നത്? ഒരു 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 സ്ത്രീ താൻ അനുഭവിക്കുന്ന പ്രസവവേദന. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയും, ഞാൻ പ്രസവവേദന പോലുള്ള വേദന അനുഭവിക്കുക. അതായത് എന്തിനു വേണ്ടിയാ? നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുന്നതിന് വേണ്ടി. മറ്റൊരാളിൽ ക്രിസ്തു, അതായത് തന്റെ ആത്മീയ മക്കളിൽ ക്രിസ്തുവേശു ഉരുവാകുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ആ ക്രിസ്തു വേണ്ടതുപോലെ ജനിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലൻ ഒരു സ്ത്രീ തന്റെ പ്രസവ സമയത്ത് വേദന അനുഭവിക്കുന്ന പോലുള്ള വേദന അനുഭവിക്കുകയാണ്. പരിശുദ്ധി പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമാണത്. ഓരോ ക്രിസ്ത്യ വിശ്വാസിയുടെ ഉള്ളിലും ക്രിസ്തുവേശു ഉരുവാകുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ആത്മീയ വേദന ഉണ്ടാവണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതായത് എന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഉരുവാകണമേ എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി, അത്തരം ഒരു വേദനയോടുകൂടി ഒരു ആഗ്രഹം ഉണ്ടാക്കണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുമസിന്റെ ശരിക്കുള്ള സന്ദേശം ഇതാണ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതായത് എന്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുമ്പോൾ ആ ക്രിസ്തുവേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി വലിയ വേദന എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. എന്നിൽ നിന്ന് പുറത്തു വരുന്നില്ലല്ലോ എന്നുള്ളൊരു വേദന. ഒരു സ്ത്രീ തന്റെ പ്രസവത്തിൽ അനുഭവിക്കുന്ന വേദന പോലെയുള്ള വേദന എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. അപ്പോസ്തലൻ അങ്ങനെ അനുഭവിക്കുന്ന വേദന, അതായത് തന്റെ ആത്മാക്കൾക്ക് വേണ്ടി അവരിൽ ക്രിസ്തു ഉരുവായി വരുന്നതിന് വേണ്ടി താൻ അനുഭവിക്കുന്ന ഒരു വേദന. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വേദനയാണ് പരിശുദ്ധാത്മാവ് അനുഭവിക്കുന്ന, പിതാവ് അനുഭവിക്കുന്ന ഒരു വേദന. അത് തന്റെ പുത്രനെ പോലെ എല്ലാവരും ആയിത്തീരുവാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുമ്പോൾ ഓരോ
ക്രിസ്തുവിന്റെ വിശ്വാസികൾ, ക്രിസ്തുവിന്റെ അനുയായികളുടെയും മറ്റൊരു ട്രാൻസ്ലേഷൻ ഇത് പറയുന്നത് ക്രിസ്തു ഒരുവാകുന്നല്ല, ക്രിസ്തുവിന്റെ അനുയായി ആയി തീരുവാനുള്ള, ക്രിസ്തുവിനെ പോലെയാകുവാനുള്ള ഒരു ആഗ്രഹത്തിലൂടെ അതിനനുഭവിക്കുന്ന ഒരു വേദന. അത്തരം വേദനയിലൂടെ, അതായത് ഒരു സ്ത്രീ തന്റെ പ്രസവ സമയത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് പ്രസവന എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്കല്ലേ നമ്മുടെ അമ്മമാരാണ് എല്ലാവരും, അമ്മമാരെല്ലാം അനുഭവിച്ച ഒരു വേദന. ഞാനത് അനുഭവിച്ചിട്ടില്ലെങ്കിലും അതെനിക്ക് ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു അത്രത്തോളം വലിയൊരു വേദന അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമ്മളിൽ ഉരുവാക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ശരിക്കും ദൈവത്തിന് നമ്മളിലുള്ളത്. ഏത് ക്രിസ്തുവിനെ അവിടെ പറയുന്നത്? ഉണ്ണി യേശു എന്ന ഒരു ദൈവത്തെ, അല്ലെങ്കിൽ ഒരു ആളെയല്ല അവിടെ പറയുന്നത്. വേദപുസ്തകം വരച്ച് കാട്ടുന്ന ഉൽപ്പത്തി മുതൽ, അല്ലെങ്കിൽ മത്തായി മുതൽ വെളിപ്പാട് വരെ കാണുന്ന ഹല്ലേലൂയ ക്രിസ്തു എന്ന വ്യക്തിയെ നമ്മളിലൂടെ പുറത്തേക്കെടുക്കുന്ന ഒരു അനുഭവത്തെയാണ് അപ്പോസ്തലൻ വരച്ചു കാണിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാം, ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയാം, ക്രിസ്തുവിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറയാം. ക്രിസ്തുവിനെ എന്താണോ ബൈബിളിൽ കാണിക്കുന്നത് അതെല്ലാം നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള യേശു കർത്താവ്, ക്രിസ്തുവേശു നമ്മളിലൂടെ പുറത്തു വരുന്ന അനുഭവം, അതനുഭവിക്കേണ്ടുന്ന വേദന. അപ്പോസ്തലൻ പറയുക, അങ്ങനെയുള്ള വേദന അത്രത്തോളം നിങ്ങൾ വേദനിച്ചിട്ടായാലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദന നിങ്ങളിൽ ഉണ്ടാവണം, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ കഴിയുന്നതിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ വേണ്ടി ആ ഒരു വേദന നിങ്ങൾ ഉണ്ടായി വരണം എന്ന് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ വേദനയാണ്, ദൈവത്തിന്റെ മനസ്സാണ്. അങ്ങനെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ക്രിസ്തു ജനിച്ചത് കൊണ്ട് ഇവിടെ കുറച്ച് അടിച്ചു പൊളിച്ച്, ഓഫ് കോഴ്സ് ആഘോഷങ്ങൾ നല്ല തന്നെ, വേണ്ടെന്നല്ല, പക്ഷെ ഇവിടെ കുറച്ച് അടിച്ചു പൊളിച്ച്, കുറച്ച് മദ്യം കഴിച്ച്, കുറച്ച് ഫുഡൊക്കെ കഴിച്ച്, തോന്നിയ പോലെ കരോളൊക്കെ ഇങ്ങനെ നടത്തി അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ ഒരു ആഘോഷമല്ല, അങ്ങനെയുള്ളൊരു സന്തോഷമല്ല, അങ്ങനെയുള്ളൊരു സംഭവമല്ല ശരിക്കും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ, സന്ദേശം എന്ന് പറയുന്നത്. മറിച്ച് ക്രിസ്തു നമ്മളിൽ ഒരു വിശ്വാസം സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്ന അനുഭവം, അതിനുവേണ്ടി സഹിക്കേണ്ടുന്ന ഒരു വേദന, അതായത് എന്റെ ഉള്ളിൽ യേശു കർത്താവിന്റെ ആ ഒരു യേശുവിനെ എനിക്ക് വെളിപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന, അതെനിക്ക് കഴിയുന്നില്ലോ എന്നുള്ള, അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ഒരു വേദന, ആ ഒരു പെയിൻ, അത്തരത്തിലൊരു അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു യേശു പുറത്തേക്ക് വരും. ക്രിസ്തു നമ്മൾ ജനിക്കണം, ജനിച്ച് നമ്മൾ നിങ്ങൾ വളരണം, വളർന്ന് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന അനുഭവം. ഹല്ലേലൂയ. അതാണ് നമ്മൾക്ക് ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ക്രിസ്മസ് സന്ദേശം അത് തന്നെയാണ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. ഈ ദിവസങ്ങൾ അനുഭവങ്ങളിലേക്ക് ആയിത്തീരുവാൻ തക്കണം. ആ ഒരു വേദനയോട്, ആ ദൈവത്തെ പോലെ ആകുവാനുള്ള വേദന നമ്മൾ ഉണ്ടാകട്ടെ. എനിക്കത് കഴിയുന്നല്ലോ എന്നുള്ളൊരു വേദന നമ്മൾ ഉണ്ടാകട്ടെ. ആ വേദനയിൽ നിന്ന് ക്രിസ്തു നമ്മളിൽ പുറത്തു വരട്ടെ. സകല ക്രിസ്തു, ബൈബിൾ പറയുന്ന യേശു ക്രിസ്തു അതുപോലെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ഈ ദിവസങ്ങൾ അത്തരം ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ. ആഗ്രഹത്തിൽ ഞാൻ വാക്കുകൾ നിർത്തുന്നു. അതിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കപ്പെടുന്നു. സാക്ഷ്യങ്ങൾക്ക് അതുപോലെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് നമ്മുടെ സമയമാണ്. സമയത്ത് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്തോത്രം.